ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ PSC പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് വന്നല്ലോ. അപ്പം നമ്മളിന്ന് എക്കണോമിക്സ് വിഷയത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ എക്കണോമിക്സ് സിലബസ് അനുസരിച്ച് ആദ്യത്തെ സെക്ഷനായിട്ടുള്ള നാഷണൽ ഇൻകം, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, GDP, ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നോക്കുക. എൻ്റെ പേര് ഷമിൻ എന്നാണ്. ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് VJC എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. അൺ അക്കാഡമിയിൽ ഒരു എഡ്യൂക്കേറ്ററും കൂടിയാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആദ്യത്തെ ഈ ഒരു ചാപ്റ്ററിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട MCQs ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ പ്ലേലിസ്റ്റിൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച ഓരോ വീഡിയോയും നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായ അടിസ്ഥാനപരമായ ഓരോ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് ബേസിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം MCQ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം ആണ്. ഓക്കെ, സോ എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പിന്നെ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ FY എന്ന് ഞാനിവിടെ എഴുതാം ഷോർട്ട് ഫോമായിട്ട്. അതായത് ഈ വർഷം, അതായത് 2021 ഏപ്രിൽ 1 തീയതി മുതൽ 2022 മാർച്ച് 31 വരെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂവിനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാ പ്രോഡക്ട്സ് മാത്രമല്ല, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ്, എല്ലാ ഗുഡ്സും സർവീസസും നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, സോ അതിൻ്റെ എല്ലാം ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നു? നമ്മുടെ രാജ്യത്തുള്ള ഉപഭോഗം അഥവാ കൺസംഷൻ വന്നു, ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും ആരെങ്കിലും ഒരു കമ്പനി വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ചിലവുകൾ വന്നു, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്ന നെക്സ്റ്റ് എക്സ്പോർട്ടുകൾ, അതായത് ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെ ആ ഒരു ഡിഫറൻസ്, നെറ്റ് എക്സ്പോർട്ട് വന്നു, അതേപോലെ ഓരോ വസ്തുക്കളുടെ മാനുഫാക്ചറിങ് ഡിപ്രീസിയേഷൻ, എല്ലാത്തിൻ്റെയും കോൺട്രിബ്യൂഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും, ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുക. ഫൈനാൻഷ്യൽ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 ഏപ്രിൽ 2021, ഏതെങ്കിലും ഒരു വർഷത്തെ ആദ്യത്തെ ഏപ്രിൽ മുതൽ അടുത്ത വർഷത്തെ മാർച്ച് 31 വരെയാണെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കൂടുന്നതിനനുസരിച്ച് രാജ്യത്തിൻ്റെ വളർച്ചയാണ്, പ്രോഗ്രസ്സാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 3 സ്രോതസ്സുകളാണ് അല്ലെങ്കിൽ സോഴ്സസ് ആണ് നാഷണൽ ഇൻകത്തിലുള്ളത്. അതും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ ഒരു പുതിയ പേജ് തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ദേശീയ വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. 3 പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തത് പ്രൈമറി ആയിട്ടുള്ള സെക്ടർ, ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ, മൂന്നാമത്തത് ടെർഷ്യറി സെക്ടറാണ്. അപ്പം ഈ 3 സെക്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ സോഴ്സ്, ഞാൻ NI എന്ന് എഴുതാം, നാഷണൽ ഇൻകത്തിന് സോഴ്സ് വരുന്നത്. എന്താണ് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ കാർഷിക, അതായത് അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആക്ടിവിറ്റീസിനും കിട്ടുന്ന ഇൻകമാണ്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും ഉണ്ട്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആനിമൽ ഹസ്ബൻഡറി പോലെയുള്ള റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പം ഈ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ നിന്നുള്ള സോഴ്സ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത് സെക്കൻഡറി സെക്ടറാണ്. സെക്കൻഡറി സെക്ടറിൽ നമുക്ക് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഓക്കെ, പിന്നെ ടെർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് വരുന്നുണ്ട്. ഓക്കെ, ബാങ്കിങ്, IT പോലെയുള്ളത്, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി, പിന്നെ ടൂറിസം വരും. ഓക്കെ, ടൂറിസം, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് ഫസ്റ്റ് സോഴ്സ്. അപ്പോൾ റിലേറ്റഡ്, അതായത് പ്രധാനമായിട്ടും റോ മെറ്റീരിയൽ അഥവാ അസംസ്കൃത വസ്തുക്കൾ ആദ്യം ലഭിക്കുന്നത് പ്രൈമറി സെക്ടറിനാണ്.
അവരാണ് ഇതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി സെക്കൻഡറി സെക്ടറായ ഇൻഡസ്ട്രീസിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഹൂവർ ടച്ചസ് ദ റോ മെറ്റീരിയൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി സെക്ടറാണ്. അപ്പം നാഷണൽ ഇൻകം 3 സ്രോതസ്സുകളാണുള്ളത്. അഗ്രികൾച്ചറും റിലേറ്റഡ് ആക്ടിവിറ്റീസും, ആനിമൽ ഹസ്ബൻഡറി പോലെ, പൗൾട്രി പോലെയുള്ള റിലേറ്റഡ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈമറി സെക്ടർ. രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ, ഇൻഡസ്ട്രീസ് ഉൾക്കൊള്ളുന്ന സെക്കൻഡറി സെക്ടർ. അതേപോലെ തന്നെ ടെർഷ്യറി സെക്ടർ, അതിൽ ബാങ്കിങ്, IT, മെഡിക്കൽ, ടൂറിസം, ട്രാൻസ്പോർട്ട് പോലെയുള്ള ഇത് വരുന്ന ടെർഷ്യറി സെക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഡെഫിനിഷനിൽ നോക്കി വെക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. ഇതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഇൻകം നമ്മൾ മെയിനായിട്ട് മെഷർ ചെയ്യുന്നത് GDP ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ് GDP എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ GDPയുടെ മലയാളം എന്ന് പറയുന്നത് ഗ്രോസ് അഥവാ ടോട്ടൽ അല്ലേ, മൊത്തത്തിലുള്ള ടോട്ടൽ അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കലായി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് അതിന് നമ്മൾ ആഭ്യന്തരം എന്നാണ് പറയാം അല്ലേ. അപ്പം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനമാണ് GDP എന്ന് പറയുന്നത്. എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊരു ജിയോഗ്രാഫിക്കൽ കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ജിയോഗ്രാഫിക്കൽ കോൺസെപ്റ്റാണ് ഈ GDP എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ GDP നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടൊരു ആഭ്യന്തര കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഒരു നിശ്ചിത പ്രദേശം, ഇന്ത്യ എന്നുള്ള രാജ്യം എടുത്തോളൂ, ഒരു നിശ്ചിത പ്രദേശത്തിൽ ഒരു നിർണയിച്ച കാലയളവിൽ, ഏതെങ്കിലും ഒരു കാലയളവിൽ, ഒരു നിർണിത കാലയളവിൽ ഉൽപ്പാദിക്കപ്പെടുന്ന മൊത്തം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എന്താ പറയുക, വിപണി മൂല്യത്തിനെയാണ് നമ്മൾ GDP എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു ഇന്ത്യ പോലെയുള്ള നിശ്ചിത പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിക്കപ്പെടുന്ന മൊത്തം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യത്തിനെയാണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലേ, ലോക്കൽ ആയി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ഇന്ത്യക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഓക്കെ, സോ എന്താണ് GDP നോക്കാം. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഗുഡ്സ് ഉണ്ട്, ഒരുപാട് സർവീസസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ പോലത്തെ സർവീസസ് ആണ്, മൊബൈൽ ടവറൊക്കെ പോലെ അല്ലേ, എയർടെൽ ഐഡിയ ഒക്കെ കൊടുക്കുന്ന സർവീസാണ്. നേരെ മറിച്ച് നമ്മളൊരു കമ്പനിയിൽ നിന്ന് സോപ്പ് പോലത്തെ വസ്തുക്കളാകുമ്പോൾ അത് ഗുഡ്സാണ്. അപ്പോൾ ഈ എല്ലാ ഗുഡ്സും സർവീസസും നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മൂല്യത്തിനെയാണ് നമ്മൾ GDP എന്ന് പറയുക. ഓക്കെ, ആ GDPയിൽ ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഫോറിനേഴ്സും ഉണ്ട്, അല്ലെ, നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമാകുന്ന ഫോറിനേഴ്സും ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ഇന്ത്യ ഇൻ 1 year ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ GDPയിലെ കോൺട്രിബ്യൂഷൻ ഇന്ത്യക്കാരുടെയും ആവാം, ഇന്ത്യക്കുള്ളിൽ തന്നെ ജോലി ചെയ്ത് ഇന്ത്യയിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ഫോറിനേഴ്സിൻ്റെയും ആവാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, അതൊരു ജോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് GNP എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ GDPനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ഇന്ത്യ എന്നതാണ് GDPയുടെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻ. ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഇൻ 1 year. ഓക്കെ, സോ ഇൻ 1 year ഇതിനെയാണ് നമ്മൾ GDP എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്ട്സ് അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കാം, വിദേശ കമ്പനി ഉണ്ടാക്കാം. ഓക്കെ, സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് GDPയിലേക്ക് കോൺട്രിബ്യൂഷൻ വരും. ഓക്കെ, ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട് നിങ്ങൾക്ക്, ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് കൊച്ചി എന്നുള്ള ടൗണിൽ 2 കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു UAE ബേസ്ഡ് കമ്പനിയാണ്, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, ഈ UAE ബേസ്ഡ് കമ്പനി ഉണ്ട്, ഇന്ത്യൻ കമ്പനി ഉണ്ട്. ഇവർ 2 പേരും പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു കാറ് നിർമ്മാണ കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ 2 കാർ നിർമ്മാണ കമ്പനികളുണ്ട് കൊച്ചിയിൽ. ഒന്ന് UAE ബേസ്ഡ് ആണ്, ഒന്ന് ഇന്ത്യക്കാരുടെ ആണ്. ഓക്കെ, അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ 2 കമ്പനിക്കും കിട്ടുന്ന ലാഭം അഥവാ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ GDPയിൽ ഉൾക്കൊള്ളിക്കുന്ന സാധനമാണ്. മനസ്സിലായല്ലേ?
അപ്പോൾ ഈ രണ്ട് കമ്പനികളും കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് നമ്മുടെ GDPയുടെ ഭാഗമാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് ഇവർ പരിപാടി ചെയ്യുന്നത്. ജോഗ്രഫിക്കൽ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് കമ്പനികളും ഇന്ത്യക്കുള്ളിൽ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഇയറിൽ. അപ്പോൾ ആ ഒരു ഇയറിൽ കിട്ടുന്ന അവരുടെ പ്രോഫിറ്റ് നമ്മുടെ GDPയിലേക്കാണ് വരിക. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നതാണ് GDPയുടെ ഫുൾ ഫോം. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതായത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഇയറിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. അതൊരു ജിയോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നമുക്ക്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നതാണ് GNP ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഗ്രോസ് നാഷണൽ പ്രൊഡക്ഷൻ എന്നൊക്കെ തെറ്റിക്കാറുണ്ട് കുറേ ആൾക്കാർ. ഓർത്ത് വെക്കണം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം, GNP. ഓക്കെ, അപ്പോൾ എന്താണ് GNP എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എല്ലാ വരുമാനങ്ങളെയാണ് നമ്മൾ GNPയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം വരും നോക്കാം. നമ്മുടെ രാജ്യത്ത് വരാനുള്ള സാധ്യതയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് മണി വാല്യൂ, നമുക്ക് പറയാം മണി വാല്യൂ എന്ന് പറയാം. നമ്മുടെ രാജ്യത്ത് ഉള്ള മണി വാല്യൂ എന്താ, ഓഫ് ഓൾ പ്രോഡക്ട്സ് അല്ലേ. നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും മണി വാല്യൂ പ്ലസ് NRIക്കാർ കുറേ നമ്മുടെ രാജ്യത്തേക്ക് പൈസ കൊണ്ടുവരുന്നുണ്ട് അല്ലേ, ഇന്ത്യയിൽ ഇല്ലാത്ത ആൾക്കാർ. അപ്പം ഇൻകമിങ് മണി, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന മറ്റ് രാജ്യത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന മണി പ്ലസ് ഇൻകമിങ്. ഓക്കെ, സോ പ്ലസ് ഇൻകമിങ് മണി ഫ്രം എന്താ നമുക്ക് പറയാം, ഔട്ട്സൈഡ് ഇന്ത്യൻസ്. ഓക്കെ, ഔട്ട്സൈഡ് ഇന്ത്യൻസിൽ നിന്ന് വരുന്ന മണി മൈനസ് ഇനി നമ്മുടെ രാജ്യത്ത് ഒരു ജർമ്മൻകാരൻ ജോലി ചെയ്യുന്നുണ്ട്, അയാളെ രാജ്യത്തേക്കായിരിക്കുമല്ലോ വരുമാനം അയക്കുന്നുണ്ടാവുക. അപ്പം മൈനസ് ഔട്ട് ഗോയിങ് മണി ടു എബ്രോഡ് ബൈ ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ. കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് GNP എന്ന് പറയുന്നത്. അതൊരു ട്രാൻസ് ബൗണ്ടറി കോൺസെപ്റ്റാണ്. നമ്മുടെ ജിയോഗ്രഫിക്കൽ കോൺസെപ്റ്റ് അല്ല, മൊത്തത്തിൽ എല്ലാ വേൾഡിനെയും കവർ ചെയ്യുന്ന ട്രാൻസ് ബൗണ്ടറിക്ക് അതീതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GNP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മൂല്യം പ്ലസ് നമ്മുടെ രാജ്യത്തേക്ക് പുറമേ ഉള്ള രാജ്യത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ കൊണ്ടുവരുന്ന പൈസയുടെ മൂല്യം, ഇൻകമിങ് മണി, മൈനസ് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികളിൽ നിന്ന് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്ന ഔട്ട് ഗോയിങ് ചെയ്യുന്ന പൈസയുടെ മൂല്യം കുറക്കുക. ഇതാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും കൂട്ടണം നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എല്ലാ പൈസയും. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ വേറെ രാജ്യത്തേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് കുറക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ GNP എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാരുടെ ഔട്ട്പുട്ടാണ് ശരിക്കും പറഞ്ഞ GNP എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യക്കാർ, പുറത്തായാലും ഉള്ളിലായാലും ഇന്ത്യക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും ഇന്ത്യക്കാരിൽ നിന്ന് എത്തുന്ന പൈസയും ഇതിൻ്റെ ഒരു സമ്മാണ് GNP എന്ന് പറയുന്നത്. ഫോറിൻകാരെ ഒഴിവാക്കിയിട്ട് മൈനസ് ഔട്ട് ഗോയിങ് മണി ഫ്രം എബ്രോഡ്, അതാണ് ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളെന്താ സംഭവിക്കുന്നത്, ഇത് GNP എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ എന്താ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യൻ നാഷണൽസ് മാത്രമാണ്. ഓക്കെ, ഇതാണ് GNP എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ നേരത്തെ കമ്പനീൻ്റെക്ക് വരാം. നമ്മുടെ കൊച്ചി ബേസ്ഡ് കമ്പനിയിൽ രണ്ട് കമ്പനികളാണുള്ളത്, UAE കമ്പനിയുണ്ട്, ഇന്ത്യൻ കമ്പനിയുണ്ട്. ഇവർ രണ്ട് പേരുടെയും ലാഭം നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിലേക്ക് പോവും അല്ലേ. എന്നാൽ ഇന്ത്യൻ കമ്പനിയുടെ ലാഭം മാത്രമേ നമ്മുടെ GNPയുടെ കാൽക്കുലേഷനിൽ വരുള്ളൂ. എന്തുകൊണ്ടാണ്? അത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യക്കുള്ളിലേക്കാണ് പൈസ വരുന്നത്. ഓക്കെ, GDP എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്ത് ഒരു കൊല്ലം ഉണ്ടാക്കുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വാല്യൂ. ഇനി UAE കമ്പനി നമ്മുടെ രാജ്യത്ത് ഒരു കൊല്ലം ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇവരെ പ്രോഫിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, ലാഭം UAEയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ലാഭം നമ്മുടെ GNPയിൽ കാൽക്കുലേഷനിൽ വരില്ല, GDPയിൽ വരും. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ നേരത്തെ കാർ കമ്പനിയുടെ കേസിൽ രണ്ട് കമ്പനിയുടെയും ലാഭം നമ്മുടെ GDPയിലേക്ക് കാൽക്കുലേഷനിൽ വരും. നേരെ മറിച്ച് GNP കാൽക്കുലേഷനിൽ ഇന്ത്യൻ കമ്പനിയുടെ ലാഭം മാത്രമേ വരുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഫോക്കസസ് ഓൺ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യൻ നാഷണൽസ് ഓൺലി. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം മീൻസ് രാജ്യത്തിൽ ഉണ്ടാക്കുന്ന മൊത്തം പ്രോഡക്റ്റിൻ്റെ മൂല്യം പ്ലസ് രാജ്യത്തിൻ്റെ പുറത്തുള്ള ഇന്ത്യക്കാർ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പൈസയുടെ മൂല്യം മൈനസ് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്ത് മറ്റു രാജ്യത്തേക്ക് പൈസ കൊണ്ടു കൊടുക്കുന്ന ആളുടെ മൂല്യം. ഓക്കെ, ഇതാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ UAE കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് GNPയിൽ എന്ത് ചെയ്യില്ല,
നമ്മുടെ ആഡ് ആവില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ UAE കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ GDP യിൽ വരും. അതേപോലെ ഇത് UAEയുടെ GNPയിലേക്കായിരിക്കും പോകുന്നുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് വ്യത്യാസം. ഓക്കെ, നമ്മുടെ GNPയിൽ ഇയാളുടെ ലാഭം വരില്ല. ഓക്കെ, സോ ഇതാണ് GDPയും GNPയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് NDP ആണ് നോക്കേണ്ടത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. വീഡിയോ ഒന്നുകൂടി ബാക്ക് അടിച്ച് നോക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കാം. കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, NDP ആണ്. മൊത്തത്തിലുള്ള GDPനെയാണ് നെറ്റ് ഫോം ഓഫ് ടോട്ടൽ GDP. ഓക്കെ, നെറ്റ് ഫോം ഓഫ് GDPനെയാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ NDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ GDP മൈനസ്, അതായത് നമ്മുടെ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് GNP കിട്ടുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വെയർ ആൻഡ് ടെയർ ഒക്കെയാണ്. എന്താണ് വെയർ ആൻഡ് ടെയർ, എന്താ ഡിപ്രീസിയേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളൊരു വീട് നിർമ്മിക്കുകയാണ്. നമ്മുടെ വീട് നിർമ്മിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വീടിൻ്റെ നിർമ്മാണം പ്രൊഡക്ഷനാണ്, GDPയിലേക്ക് വന്നു. പക്ഷേ ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഈ വീടിൻ്റെ പെയിൻ്റ് ഇളകാം, ചുമര് പൊളിഞ്ഞ് ചെയ്യാം, ഫാന്, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അവിടെയൊക്കെ ആ മൂല്യം കുറഞ്ഞു വരികയാണ് വീടിൻ്റെ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് എക്സ്ട്രാ പൈസ ചിലവാക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഓരോ അസറ്റിന് ഇതേപോലെ ഒരു കാറിന് ഓരോ രീതിയിൽ, ഇപ്പോൾ കാറിൻ്റെ ഇൻഷുറൻസിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ 6 മാസം കഴിയുന്നതിന് 5% അതിൻ്റെ മൂല്യം കുറഞ്ഞു വരും. ഇപ്പം ആക്സിഡൻ്റായ ഇൻഷുറൻസിൻ്റെ പൈസ ആദ്യത്തെ കൊല്ലം കിട്ടുന്ന പൈസ 2-3 കൊല്ലം കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല. അപ്പം ഓരോ വസ്തുവിനും ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂവിൽ വെയർ ആൻഡ് ടിയർ ഉപയോഗിക്കുന്നതിന് വരുന്ന പോറലുകളും കീറലുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്നതിന്, അല്ലേ? അപ്പോൾ GDPയിൽ നിന്ന് ഏതൊരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാലാണ് നമുക്ക് NDP കിട്ടുക, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടുക. അപ്പം ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത പൈസ GDPയിലേക്ക് പോകുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്ത പൈസ മൈനസ് ആ വീട്ടിൽ പിന്നീട് വരുന്ന കംപ്ലൈൻറ്റുകൾ നികത്താനുള്ള പൈസ, ഡിപ്രീസിയേഷൻ, അത് NDP വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും GDP മൈനസ് ഡിപ്രീസിയേഷനാണ് NDP. അതുകൊണ്ട് തന്നെ NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എപ്പോഴും GDPനേക്കാളും കുറവ് വാല്യൂ ആയിരിക്കും എന്നുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ GDP വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, NDP വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം എപ്പോഴും ഏതൊരു വസ്തുവിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ മൂല്യം കുറയുന്ന പരിപാടിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും. അതൊരിക്കലും 0 ആവില്ല, എല്ലാ കൊല്ലം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ഒരിക്കലും 0 ആവാത്തത് കൊണ്ട് തന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് GDPനേക്കാളും കുറവായിരിക്കും എപ്പോഴും മൂല്യത്തിൽ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ GDP, നെറ്റ് ഫോം ഓഫ് GDP ആണ് NDP എന്ന് പറയുന്നത്. GDP മൈനസ് ഡിപ്രീസിയേഷൻ, ഏതൊരു വസ്തുവിൻ്റെയും മൂല്യത്തിൽ വരുന്നത് ആ ഒരു തകർച്ചേനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ടാണ് മെയിനായിട്ട് ഡിപ്രീസിയേഷൻ വരുന്നത്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, പുതുതായിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, GDPയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ GDP മെയിനായിട്ട് ന്യൂലി പ്രൊഡ്യൂസ്ഡ് പ്രോഡക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉള്ള ഗുഡ്സ്, അതിൻ്റെ കൺസംഷൻ, അതിൻ്റെ ഡിപ്രീസിയേഷൻ, ഇതൊക്കെയാണ് NDPയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ NNP എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് GDP ആണ് NDP എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ GNP എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ടോട്ടൽ ഇൻകം. അപ്പോൾ ഈ GNP മൈനസ് ഡിപ്രീസിയേഷനാണ് നമുക്ക് NNP തരുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസ് GDP GNPയും തമ്മിലുള്ളതും അതേപോലെ NDP NNPയും തമ്മിലുള്ളത്. അപ്പോൾ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP കിട്ടുന്നു. അതേപോലെ തന്നെ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NNP കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതായത് നെറ്റ് ഫോം ഓഫ് എന്താണ്, GNP ആണ്, മൈനസ് ഡിപ്രീസിയേഷൻ, ഇതാണ് നമ്മൾ NNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എന്താ പറയുക, മൊത്തത്തിലുള്ള ആ ഒരു ഇൻകമാണ് നമ്മൾ GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നുള്ളതെന്ന് പഠിച്ചു, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ കുറക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന NNP കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക. പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇൻകം, ഒരു രാജ്യത്തിൻ്റെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇൻകം ആണ് NNP എന്ന് പറയുന്നത്. NNP
ഡിവൈഡ് പെർ പോപ്പുലേഷൻ ആണ്, ഡിവൈഡഡ് ബൈ പോപ്പുലേഷനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതായത് GNP എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ മാത്രമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ നിന്ന് വരുന്ന ഇൻകത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് അല്ലേ. അപ്പം അതിൽ നിന്ന് ഡിപ്രീസിയേഷനും കൂടി കുറച്ച് സ്വാഭാവികമായിട്ട് എന്താ, നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള പൈസ, ഇന്ത്യക്കാരിൽ ബാക്കിയുള്ള പൈസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് NNP ബൈ പോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഓരോ ആളുടെ കയ്യിലുള്ള പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. GDP എന്താണെന്നുള്ളതും GNP എന്താ, NNP എന്താ, NDP എന്താണെന്നുള്ളതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. നമ്മുടെ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒരു ഫൈനാൻഷ്യൽ ഇയർ ഉണ്ടാക്കുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മൂല്യത്തിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ആഭ്യന്തരമായി ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും സമ്മിനെയാണ് നമ്മൾ വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് പറയുക. അതായത് ഒരു വർഷത്തിൽ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വാല്യൂ. ഇതൊരു ജോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ്. ഓക്കെ, ഔട്ട്പുട്ട്, എന്താണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് GDPയിൽ. ഇനി GNP എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും മൂല്യം പ്ലസ് നമ്മുടെ രാജ്യത്തേക്ക് പുറത്തെ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരയക്കുന്ന പൈസയുടെ മൂല്യം മൈനസ് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന മറ്റ് വിദേശികൾ നമ്മുടെ രാജ്യത്ത് തരാതെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്ന പൈസ. ഓക്കെ, ഇതാണ് GNP എന്ന് പറയുന്നത്. അതൊരു ട്രാൻസ് ബൗണ്ടറി കോൺസെപ്റ്റാണ് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ ഉള്ള UAE കമ്പനിയും ഇന്ത്യൻ കമ്പനിയും നോക്കിയപ്പോൾ നമ്മൾ അവരുടെ രണ്ടാളുടെ ലാഭം GDPയിലേക്ക് പോകും. പക്ഷേ ഇന്ത്യൻ കമ്പനിയുടെ ലാഭം മാത്രമേ GNPയിലേക്ക് പോവുള്ളൂ. പക്ഷേ UAE കമ്പനിയുടെ ലാഭം അവരുടെ GNPയിലേക്കാണ് പോകാന്നുള്ളത് നമ്മൾ നോക്കി. GNPയുടെ നെറ്റ് ഫോമാണ് NDP അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് NDP കിട്ടും. അതേപോലെ തന്നെ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് NDP കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് NNP കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ NNP എന്നുള്ളത് പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇൻകം ആണ്. കാരണം നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ മാത്രം വരുമാനം കൺസിഡർ ചെയ്യുകയാണ്, അതിൽ നിന്ന് ഡിപ്രീസിയേഷനും കുറക്കുന്നു. അപ്പം മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ ആൾക്കാരുടെ കയ്യിൽ ബാക്കിയുള്ള പൈസയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ചെയ്താൽ അതിൽ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ GDP, GNP, NDP, NNP എന്നൊക്കെ ഉള്ള വേർഡ്സ് കുറേ വരുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വീഡിയോ ബാക്ക് അടിച്ച് ഒന്നുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ പോകുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്പീഡ് ഒന്ന് കുറച്ച് കേൾക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സിൽ ചോദിക്കാം. ഓക്കെ, ഒരു ബേസിക്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.